ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സ്വന്തമാക്കാൻ ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പട തന്നെ ഇന്ത്യക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. ഫിലിപ്പീൻസിനും വിയറ്റ്നാമിനും പിന്നാലെ ഇപ്പോൾ തായ്ലൻഡും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിൽ വലിയൊരു താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസിന് പിന്നാലെ പായുന്നത്? അറബ് രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഈ മിസൈൽ എങ്ങനെ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നു നമുക്ക് നോക്കാം. തായ്ലൻഡിന്റെ നീക്കം. മലേഷ്യ ആസ്ഥാനമാക്കിയുള്ള ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യയുടെ റിപ്പോർട്ട് പ്രകാരം തായ്ലൻഡ് തങ്ങളുടെ തീരദേശ സുരക്ഷ ശക്തമാക്കുന്നതിനായി ബ്രഹ്മോസിന്റെ ആന്റി ഷിപ്പ് മിസൈലുകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആൻഡമാൻ കടലിലും തായ്ലൻഡ് ഉൾക്കടലിലും തങ്ങളുടെ നാവിക കരുത്ത് വർദ്ധിപ്പിക്കാൻ ബ്രഹ്മോസ് മികച്ച ഓപ്ഷനാണെന്ന് അവർ വിലയിരുത്തുന്നു. കഴിഞ്ഞ ജൂണിൽ നടന്ന ഇന്ത്യ തായ്ലൻഡ് ഡിഫൻസ് ഡയലോഗിന് ശേഷമാണ് ഈ നീക്കം ശക്തമായത്. ഫിലിപ്പീൻസ് ആദ്യത്തെ വിദേശ ഉപഭോക്താവ്. ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി വാങ്ങിയ രാജ്യം ഫിലിപ്പീൻസ് ആണ്. ഏകദേശം $375 മില്യൺ വമ്പൻ കരാറിലൂടെ 3 മിസൈൽ ബാറ്ററികളാണ് ഇന്ത്യ അവർക്ക് നൽകിയത്. 2024 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ഇതിന്റെ ഡെലിവറി പൂർത്തിയായി കഴിഞ്ഞു. ദക്ഷിണ ചൈന കടലിൽ ചൈനയെ പ്രതിരോധിക്കാൻ ഫിലിപ്പീൻസ് ലഭിച്ച ഒരു ഏറ്റവും വലിയ കരുത്താണ് ബ്രഹ്മോസ്. വിയറ്റ്നാമും ഇന്തോനേഷ്യയും. വിയറ്റ്നാമുമായുള്ള ബ്രഹ്മോസ് കരാർ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ബ്രഹ്മോസ് എയറോസ്പേസ് സിഇഒ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിലെ ഇന്തോനേഷ്യയും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണർ ആകാൻ തയ്യാറെടുക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജക്കാർത്ത സന്ദർശനത്തോടെ ഈ ചർച്ചകൾ വലിയ വേഗത കൈവരിച്ചു. ഒന്നിലധികം ബ്രഹ്മോസ് ബാറ്ററികൾ വാങ്ങാനാണ് ഇന്തോനേഷ്യ ലക്ഷ്യമിടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് കുതിക്കുന്നു. ഏഷ്യയ്ക്ക് പുറമെ മിഡിൽ ഈസ്റ്റിലും ബ്രഹ്മോസിന് ആവശ്യക്കാർ ഏറുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇപ്പോൾ ഇന്ത്യയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. UAE ബ്രഹ്മോസ് വാങ്ങുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലേക്ക് ഇത് മിസൈൽ കയറ്റുമതി ചെയ്യുന്ന ആദ്യ സംരംഭമായി അത് മാറും. സൗദി അറേബ്യയും ഈ മിസൈലിനായി ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബ്രഹ്മോസ് ഇത്ര പവർഫുൾ ആകുന്നത് എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കൻ മിസൈലുകളേക്കാൾ ബ്രഹ്മോസിനെ ഇഷ്ടപ്പെടുന്നത്? സ്പീഡ്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത. പ്രിസിഷൻ. ലക്ഷ്യം തെറ്റാത്ത കൃത്യത. റേഞ്ച്. പുതിയ വേർഷനുകൾക്ക് 450 കിലോമീറ്റർ വരെ ദൂരപരിധി. ഏറ്റവും പ്രധാനം, ഒരു വലിയ നാവികപ്പടയെ നിലനിർത്തുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് സാധിക്കും എന്നതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് വിജയം. ഇന്ത്യയുടെ ആയുധ കയറ്റുമതി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ബ്രഹ്മോസ് വലിയൊരു പങ്ക് വഹിക്കുന്നു. ഈജിപ്ത്, ബ്രസീൽ, ചിലി തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഒരു ഇറക്കുമതിക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരു വലിയ കയറ്റുമതിക്കാരൻ എന്ന നിലയിലേക്ക് മാറുന്നതിന്റെ അടയാളമാണിത്. ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയെ ലോകത്തെ വലിയൊരു പ്രതിരോധ ശക്തിയാക്കി മാറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആയുധം വിൽക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.